നമസ്കാരം. പ്രധാന വാർത്തകൾ. SIR സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് 4:30 നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. SIRൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സർവകക്ഷി യോഗത്തിന് ശേഷമാകാമെന്നാണ് സർക്കാർ തീരുമാനം. കേരളത്തിൽ BJP NDA കക്ഷികൾ ഒഴികെയുള്ള പാർട്ടികൾ SIRനെതിരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ SIR നടപ്പിലാക്കാനുള്ള തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിക്കണമെന്നാണ് CPM, CPI, കോൺഗ്രസ് തുടങ്ങിയ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. കൊടും കുറ്റവാളി ബാലമുരുകന്റെ രക്ഷപ്പെടൽ. തമിഴ്നാട് പോലീസിന്റെ വീഴ്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ. ബാലമുരുകനുമായി തമിഴ്നാട് പോലീസ് ആലത്തൂരിലെ ഹോട്ടലിലെത്തിയത് വിലങ്ങില്ലാതെയാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബാലമുരുകൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് നൽകിയതും തെറ്റായ വിവരമാണ്. കറുത്ത ഷർട്ടും വെള്ള മുണ്ടും എന്നായിരുന്നു തമിഴ്നാട് പോലീസ് നൽകിയ വിവരം. പക്ഷേ ദൃശ്യങ്ങളിൽ ഇളം നീല ഷർട്ടാണ് ബാലമുരുകൻ ധരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ ചാടിപ്പോകുന്നത്. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ തമിഴ്നാട് പോലീസ് വളരെ അശ്രദ്ധമായാണ് പുറത്തിറക്കിയതെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. തമിഴ്നാട് പോലീസ് ബാലമുരുകന് സുരക്ഷ ഒരുക്കാത്തത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ബാലമുരുകനെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും മാധ്യമങ്ങളെ അറിയിക്കണമെന്നും യുവാവ്. വൈദ്യുതി പോസ്റ്റിൽ കയറി ആത്മഹത്യാ ഭീഷണി, ഒടുവിൽ അനുനയം. പാലക്കാട് ഒലവക്കോടാണ് സംഭവം നടന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരും വ്യാപാരികളും ലോഡിംഗ് തൊഴിലാളികളും ചേർന്നാണ് യുവാവിനെ താഴെ ഇറക്കിയത്. ഇടുക്കി സ്വദേശിയായ 27-കാരനാണ് മണിക്കൂറുകളോളം പരിഭ്രാന്തി പടർത്തിയത്. കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും മാധ്യമങ്ങളെ അറിയിക്കണമെന്നും പറഞ്ഞായിരുന്നു യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ CPM കൃത്രിമത്വം കാണിക്കുന്നുവെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ്. കുന്നത്തുനാട്ടിൽ 2020 പ്രവർത്തകരുടെ വോട്ടുകൾ ഒഴിവാക്കിയെന്നാണ് ആരോപണം. വോട്ടെന്ന അവകാശം നിഷേധിക്കുകയാണെന്നും സാബു M. ജേക്കബ് പറഞ്ഞു. കേരളത്തിനെ സംബന്ധിച്ച വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കുന്നതും അനധികൃതമായി പേര് ചേർക്കുന്നതും CPM ആണ്. കാരണം അവരുടെ ഉദ്യോഗസ്ഥരാണ്. CPMന്റെ ചൊൽപ്പടിക്ക് നിന്നിട്ട് അവർ പറയുന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു. പല മണ്ഡലത്തിലും 2020 പ്രവർത്തകരുടെ വോട്ട് എടുത്തു കളഞ്ഞു. എന്നിട്ട് മറ്റു സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നതെന്നും സാബു M. ജേക്കബ് പറഞ്ഞു. ആലപ്പുഴ ജില്ലയ്ക്ക് പ്രാദേശിക അവധി അനുവദിച്ച കളക്ടർ. മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്ര ആയില്യ മഹോത്സവ ദിനമായ നവംബർ 12 ബുധനാഴ്ച ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ ഉത്സവം 10, 11, 12 തീയതികളിൽ ആഘോഷിക്കും. 12-നാണ് ആയില്യം. ഇതിനു മുന്നോടിയായി കാവിലെ പൂജകൾ 4-ന് ആരംഭിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികളായ S. നാഗദാസ്, N. ജയദേവൻ എന്നിവർ അറിയിച്ചു.